ഇന്നേക്ക് 350 കൊല്ലം മുമ്പാണ് വീരശിവാജി ഛത്രപതിയായി സ്ഥാനാരോഹണം ചെയ്തത്. ജീജാബായിയുടെ മകൻ എന്നല്ലാതെ മറ്റെന്തായിരുന്നു അവൻ? സുൽത്താൻ്റെ സൈനികനായും പടത്തലവനായും അച്ഛൻ ഷഹാജി പോർനിലങ്ങളിൽ അടരാടിയിരുന്ന കാലത്തിൻ്റെ തിരക്കിൽ ശിവനേരിയിലെ ശിവൻ വീരഭവാനിയെ ഉപാസിച്ചത് രാഷ്ട്രമാതാവിൻ്റെ നിതാന്ത സ്വാതന്ത്ര്യത്തിനു വേണ്ടിയായിരുന്നു. ചക്രവർത്തിമാരുടെ വംശാവലികൾ നൽകിയ പെരുമ അവനുണ്ടായിരുന്നില്ല. ഒരു പടനായകൻ്റെ മകൻ, ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും കീർത്തനങ്ങളും വീരകഥകളും പറയാനറിയുമായിരുന്ന ഒരു സാധാരണ അമ്മയുടെ മകൻ. ആ മടിത്തട്ടിൽ നിന്നാണ് വീരഭാരതത്തിൻ്റെ യശസ്സാർന്ന പാരമ്പര്യത്തെക്കുറിച്ച് അവൻ അറിഞ്ഞത്, അതിനായി പോരാടാൻ ഉറച്ചത്. കളിക്കാൻ ഒത്തുചേർന്ന കൗമാരങ്ങളെ കൂട്ടിച്ചേർത്താണ് ആദ്യപടയെ അവൻ സൃഷ്ടിച്ചത്. അധിനിവേശത്തിൻ്റെ ഏറ്റവും വന്യമായ ഭാവത്തോടെ മുഗളാധിപത്യം തേർവാഴ്ച നടത്തുന്ന കാലമായിരുന്നു അത്. അമ്മമാരും സഹോദരിമാരും വെറുപിടിച്ച മുഗളന്മാരെ ഭയന്ന് വീടുപൂട്ടി അകത്തിരുന്ന കാലം. ക്ഷേത്രങ്ങളെല്ലാം തച്ചു തകർത്ത ഗ്രന്ഥശാലകൾ അഗ്നിക്കിരയാക്കിയ കാലം. സംസ്കാരത്തിൻ്റെ എല്ലാ ഈടുവയ്പ്പുകളെയും അപമാനിച്ചില്ലാതാക്കിയ കാലം. വെള്ളക്കാരൻ്റെ ചരിത്രം വെളുപ്പിച്ച് പൊലിപ്പിച്ച മുഗളാധിപത്യത്തിൻ്റെ വസ്തുതകൾ അതിക്രൂരമായിരുന്നു. ഭയം വിതച്ച് ഒരു ജനതയെ അടിമകളാക്കി കൂട്ടക്കൊല ചെയ്ത് മാനം കെടുത്തി അധികാരവും ആഭാസവും സമാസമം ചേർത്ത മുഗള ഭരണത്തിൻ്റെ ആ തേർവാഴ്ചയുടെ മധ്യത്തിലേക്കാണ് ശിവജി പിറന്നു വീണത്. പടക്കളമായിരുന്നു ആ ജീവിതം. മുഗളന്മാർ ആധിപത്യം ചെലുത്തിയ കോട്ടകളൊന്നാകെ വെട്ടിപ്പിടിച്ച പോരാട്ടത്തിൻ്റെ ചരിത്രം. സമാനതകളില്ലാത്ത യുദ്ധതന്ത്രത്തിൻ്റെ വിജയഗാഥ. സമസ്തവും കീഴടക്കിയെന്ന് അഹങ്കരിച്ച മുഗളപ്പടയെ മുച്ചൂടുമില്ലാതാക്കി ഹിന്ദു സാമ്രാജ്യത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ച ചങ്കൂറ്റം. ശൂന്യതയിൽ നിന്നാണ് ശിവാജി വിജയങ്ങളിലേക്ക് നടന്നു കയറിയത്. പിന്നോട്ടിറങ്ങേണ്ടപ്പോൾ പിന്നോട്ടിറങ്ങിയും ആക്രമിച്ച് കയറേണ്ടപ്പോൾ അങ്ങനെയും അദ്ദേഹം ഹിന്ദു സാമ്രാജ്യത്തിലേക്കുള്ള പടവുകൾ വെട്ടി. ജീവനേക്കാൾ പ്രിയമാണ് പിറന്ന നാടെന്ന് പ്രതിജ്ഞയെടുത്ത മരണഭയമില്ലാത്ത ധീരന്മാരെ പ്രചോദിപ്പിച്ചു. വീരഭവാനിക്ക് മുന്നിൽ സ്വന്തം ചോര കൊണ്ട് തിലകമണിഞ്ഞു. ഹിന്ദു റായ്ഗഡ് കോട്ടയിൽ സ്വാഭിമാനത്തിൻ്റെ ആ സിംഹഗർജനം മുഴങ്ങിയത്. ശിവാജി ഛത്രപതി ശിവാജി മഹാരാജാവായി. സപ്തനദികളിൽ നിന്നുള്ള പുണ്യജലം ശിവാജിക്ക് മേൽ അഭിഷേകം ചെയ്തു. ഗംഗയും യമുനയും ഗോദാവരിയും സരസ്വതിയും നർമ്മദയും സിന്ധുവും കാവേരിയും ആ ഭാരതപുത്രനെ തങ്ങളുടെ ജലഗണങ്ങളാൽ ആശ്ലേഷിച്ചു. നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ നിന്നും രാജ്യം പുതിയൊരു ലോകത്തേക്ക് ചുവടുവെച്ചു. റായ്ഗഡിലെ ആ സിംഹാസനാരോഹണം ഹിന്ദുരാഷ്ട്രത്തിൻ്റെ തെളിമയുള്ള ചിത്രങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഛത്രപതി ശിവജിയുടേത് ഒരു മതസാമ്രാജ്യമായിരുന്നില്ല. വികസനത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാനതകളില്ലാത്ത കലാവൈജ്ഞാനിക പെരുമയുടെയും അന്തസ്സുറ്റ കാലമായിരുന്നു അത്. ശിവാജിയുടെ വിജയയാത്ര ആദർശ രാഷ്ട്രത്തിലേക്കുള്ള മുന്നേറ്റമായിരുന്നു. കർഷകൻ്റെ, തൊഴിലാളിയുടെ, സൈനികൻ്റെ, ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതത്തെ ചേർത്തുപിടിച്ച ചരിത്രത്തിലെ ഏറ്റവും സമർത്ഥമായ ക്ഷേമരാജ്യ സംസ്ഥാപനമായിരുന്നു അത്. യഥാർത്ഥ ധർമ്മരാജ്യം.